കോൺഗ്രസിൽ ഒരു സതീശൻ മാത്രമല്ല, ഒരുപാട് സതീശന്മാരുണ്ടെന്ന് കെ സുധാകരൻ. മുഖ്യമന്ത്രി കസേര തന്നെ വേണം, ഇല്ലെങ്കിൽ മന്ത്രിസഭയിൽ ഉണ്ടാകില്ലെന്ന് സതീശൻ. മുഖ്യനാവൻ ഞാനുണ്ടെന്ന് കെ സി വിടാതെ ചെന്നിത്തലയും. സതീശനെ പിന്തുണച്ച ലീഗിനോട് കോൺഗ്രസിന്റെ കാര്യത്തിൽ ഇടപെടേണ്ടെന്ന് മാത്യു കുഴൽനാടൻ. ഇങ്ങനെ തർക്കം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ സൈഡിൽ കൂടി ഉദ്യോഗസ്ഥർക്കെതിരെ കോൺഗ്രസ് സംഘടന പ്രതികാര നടപടിയും സ്ഥലം മാറ്റവും നടത്തിയെടുക്കുകയാണ്. പൊതുവിദ്യാഭ്യാസം, മെഡിക്കൽ വിദ്യാഭ്യാസം, ഓഡിറ്റ്, നിയമം തുടങ്ങിയ വകുപ്പുകളിലാണ് NGO അസോസിയേഷന്റെ നിർദ്ദേശപ്രകാരമുള്ള സ്ഥലം മാറ്റം. NGO അസോസിയേഷൻ നേതാക്കൾ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാറ്റമെന്ന് ഉത്തരവിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു മാനദണ്ഡവും പാലിക്കാതെയുള്ള നടപടി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം കൂടിയാണ്. കാരണം ഈ ഉത്തരവ് ഇറങ്ങിയത് ചൊവ്വാഴ്ച, പെരുമാറ്റച്ചട്ടം അവസാനിച്ചത് ബുധനാഴ്ചയും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മാത്രം 2 ഉത്തരവിലായി 11 പേരെയാണ് സ്ഥലം മാറ്റിയത്. 2 ജൂനിയർ സൂപ്രണ്ട്, 2 സീനിയർ ക്ലർക്ക്, 1 ക്ലർക്ക് എന്നിവരും ഇതിൽപ്പെടും. മനോരമ പോലും ഇക്കാര്യം സമ്മതിക്കുന്നുണ്ട്. സ്ഥലം മാറ്റങ്ങൾക്കുള്ള സമ്മർദ്ദം താങ്ങാനാവാതെ ഈ വിഭാഗത്തിന്റെ ചുമതല വഹിക്കുന്ന തദ്ദേശ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ അവധിയിൽ പ്രവേശിച്ചുവെന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹയർ സെക്കൻഡറി വിഭാഗം അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ സ്ഥലമാറ്റമാണെങ്കിൽ അസോസിയേഷൻ തിരുവനന്തപുരം സൗത്ത് ജില്ലാ ജോയിന്റ് ഭാരവാഹി നൽകിയ കത്തിന്റെ ഭാഗമായിട്ടും 31-ന് വിരമിക്കാനിരിക്കുന്ന വ്യക്തിയെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രതികാരം തീർത്തിരിക്കുന്നത്. നിയമവകുപ്പിലെ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ ഓഫീസർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിന്റെ അമ്പലമുക്ക് സെക്ഷനിലേക്ക് മാറ്റി. വകുപ്പ് ഡയറക്ടറേറ്റുകൾക്ക് പുറമെ ജില്ലാ ഓഫീസുകളിലും സ്ഥലം മാറ്റം ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് വകുപ്പിലും കോൺഗ്രസ് അനുകൂല സംഘടനകൾ സ്ഥലം മാറ്റം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം. ഇത് സ്ഥലം മാറ്റത്തിലെ കാര്യം. ഇത് മാത്രമല്ല, കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് സ്വർണ്ണക്കടത്ത് തടയാൻ നിയമിച്ച പ്രത്യേക പോലീസ് സംഘത്തെ പിരിച്ചുവിടുകയും ചെയ്തു. കസ്റ്റംസിന്റെ മതിയായ പരിശോധനയില്ലാതെ വിമാനത്താവളത്തിന് പുറത്തിറങ്ങുന്ന സ്വർണ്ണക്കടത്ത് സംഘത്തെ പിടികൂടുകയായിരുന്നു പ്രത്യേക സംഘത്തിന്റെ ദൗത്യം. സ്വർണ്ണക്കടത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തി ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ 2022-ലാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയത്. രാജ്യാന്തര ടെർമിനലിന് പുറത്ത് പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിച്ചു. ടൺ കണക്കിന് സ്വർണം പിടികൂടിയ സംഘം 4 വർഷത്തിനിടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇതിനെതിരെ നിലമ്പൂർ MLA ആയിരുന്ന PV അൻവർ രംഗത്ത് വന്നിരുന്നു. ആളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഈ സംഘത്തെ പിൻവലിക്കണമെന്നത്. അതാണ് ഇപ്പോൾ UDF അങ്ങ് സാധിച്ചു കൊടുത്തത്. ഇവിടെയും തീർന്നില്ല. കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടനാ ഭാരവാഹികളുടെ അനധികൃത ഇടപെടലിൽ സ്റ്റാഫ് ഡ്യൂട്ടി ചെയ്തു വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റി. തൃശൂർ രാമവർമ്മപുരം ക്യാമ്പിലെ സ്റ്റാഫ് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയാണ് നിയമസഭാ ഫലം വന്ന് മണിക്കൂറുകൾക്കകം ചട്ടവിരുദ്ധമായി മാറ്റിയത്. ഈ മാസം നടക്കുന്ന ജനറൽ സ്ഥലം മാറ്റത്തിൽ കോൺഗ്രസിന് അനുകൂലമായി നിൽക്കാത്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും ദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുമെന്നാണ് കോൺഗ്രസ് അനുകൂല പോലീസ് സംഘടന ചേർന്ന യോഗത്തിൽ ഉയർത്തിയ ഭീഷണി. ഇതിനിടെ കോൺഗ്രസ് പതാകയുടെ കേക്ക് മുറിച്ച് UDFന്റെ വിജയം വരെ ആഘോഷിച്ചു ഈ പറഞ്ഞ പോലീസുകാർ. കാസർഗോഡ് AR ക്യാമ്പിലും തിരുവനന്തപുരം നന്ദാവനം ക്യാമ്പിലുമായിരുന്നു പോലീസിന്റെ മതിമറന്നുള്ള ഈ ആഘോഷം. പെരുമാറ്റച്ചട്ടത്തിന് പുല്ലുവിലയായി. UDF അധികാരത്തിലേൽക്കും മുമ്പ് തന്നെ പോലീസ് വകുപ്പിൽ രാഷ്ട്രീയ ഇടപെടലുകളുമായി കോൺഗ്രസ് നേതാക്കൾ ഇറങ്ങിയതിൽ പോലീസ് സേനയിലും മുറുമുറുപ്പിന് വഴിവെച്ചിട്ടുണ്ട്. ഇത്രയും അധികാരത്തിൽ കയറുന്നതിന് മുമ്പേ ഉള്ളതാണ്. ഇനി അധികാരത്തിൽ കയറിയാൽ ഏതായാലും സാമ്പിൾ വെടിക്കെട്ട് ഗംഭീരായി. ഇനി അധികാര കളിയുടെ പൊടിപൂരമായിരിക്കും.